ഇവിടെ ഒരാളുണ്ട്. കണ്ടിന്യൂ എന്റെ ഡെലിവറിക്ക് ഇനി ആകെ ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ടെൻഷൻ ഇല്ലേ? നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം. അല്ല ചിലപ്പോ വേദന എന്നെ കൊണ്ടേക്കോളി, ഞാനിപ്പോ മരിക്കൂ, വേഗം വിട്ടോളി, വണ്ടി വേഗം വിട്ടോളി അങ്ങനെ പറയും. പക്ഷെ അങ്ങനൊന്നുമില്ല, ഞാൻ ഭയങ്കര കോൺഫിഡന്റാ. ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. കേറുന്നില്ലേ? കേറിയാ നമ്മള് നടന്നിട്ട് വരാം. ഇനി കേറണോന്ന് എനിക്ക് കാണണോ? കേറുന്ന കാണണ്ട, കേറുന്ന എടുക്കണ്ട. അത് ഭയങ്കരമായ രസമായിരിക്കും കേറുന്ന. പോയാലോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും ദാ സുഖമായിട്ടിരിക്കുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്റെ ഡെലിവറി ഡേറ്റിന് വെറും 7 ഡേയ്സും കൂടിയേ ഉള്ളൂ. എന്നും വീടിന്റെ മുറ്റത്തൂടെ നടന്നിട്ട് നല്ല ബോറടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു പുറത്തു പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് നടന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വരാലോന്ന്. അങ്ങനെയാണ് ഞങ്ങളിതാ ഇറങ്ങിയത്. ഒരു എനർജി ഒന്ന് ഇന്നലെ ഒരാളെ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും പൊട്ടും, പക്ഷെ കപ്പുമായിട്ട് വന്ന് ഗൈസ് എനിക്കത് സഹിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കളിച്ചാ പൊട്ടും. അതുകൊണ്ട് നിങ്ങള് അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ എന്തൊക്കെയൊക്കെ നിന്ന് നന്നായി. ആരായിരുന്നു ഫുട്ബോൾ കളി? ആരായിരുന്നു നിങ്ങള്? കോർഡിനേറ്ററോ? അന്നെടുത്തിട്ട് മാലയിട്ട് വന്ന്. ഇവിടെ ഒരാളുണ്ടല്ലോ നടക്കാൻ പോണ സ്ഥലം എന്നോട് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ എന്താണെന്നറിയോ? ആനന്റെയും മയിലിന്റെയും ഒട്ടകത്തിന്റെയും ഒക്കെ ഒപ്പരം നടന്നു പോവാന്ന്. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ ഒരു തുമ്പിയെങ്കിലും ഉണ്ടെങ്കില് നമുക്കത് സമ്മതിക്കട്ടോ. നമുക്ക് നോക്കാം, നമ്മള് പോയി നോക്കെന്തായാലും. മയിലൊന്നും വേണമെന്നില്ല കേട്ടോ, ഒരു കോയി അറ്റ്ലീസ്റ്റ് കോയെങ്കിലും വേണം കേട്ടോ അവിടെ. ഒട്ടകം വലുത് തന്നെയാണ്, ചെറിയ ഒട്ടകം ഒന്നും ഉണ്ടാവില്ല. തൂക്കുപാലം. പക്ഷെ ഞാൻ ഈ തൂക്കുപാലത്തിന്റെ അറിയട്ടെ, നമ്മക്കല്ലേ ഈ തൂക്കുപാലം സംഭവം അല്ലാത്ത കുറെ അങ്ങനെയല്ല, പുറത്ത് സ്ഥലത്തുനിന്ന് കുറെ ആൾക്കാർ തൂക്കുപാലം വരുന്നുണ്ട്. തൂക്കുപാലത്തേക്ക് അത് മാത്രമല്ല, എല്ലാരും ഞാൻ കുറച്ചു മുമ്പ് എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് കഴിഞ്ഞു കോഴിക്കോട് ഇടമുള്ള. ഓന്റെ വീട് കണ്ണൂർ അവിടെ ഇടുക. ഓൻ ഈ തൂക്കുപാലത്തുമ്മേൽ വന്നിട്ട് സംഭവമാക്കിട്ട് വെണ്ണക്കാട് തൂക്കുപാലം എന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടിക്കണേ. ഞാൻ ഇതുവരെ തൂക്കുപാലം അങ്ങനെ സംഭവം ഉള്ളവരും കേട്ടോ, നമ്മളും പോയി കാണലൊക്കെ ഉണ്ടല്ലോ. അങ്ങനല്ല, മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് പറയൂലേ, നമുക്ക് വില ഇല്ലാത്ത നോക്കണ്ട. നമുക്ക് നല്ല ചായ കുടിക്കണം കേട്ടോ. സൈറ്റിന്റെ പാല് കിട്ടിയില്ലെങ്കിൽ നല്ല അല്ല, എനിക്ക് ചായ കുടിക്കും. നല്ല പൊക്കുവടയും നല്ല ചൂടിൽ ഇങ്ങനെ ലൈവായിട്ട് പൊരിച്ച പൊക്കുവടയും ചായ, അത് മതി. ഞാൻ അതിൽ റാഹത്താണ്, ഞാൻ സംതൃപ്തി നേടി. അതില് ഈലങ്ങനല്ലേ ഞാൻ മലയിലേക്ക് പോലെ കരിഞ്ഞിമല ഞങ്ങൾ പോയിന്. ശരിയാ, അതല്ല പ്രസവവേദന വന്ന റിട്ടേൺ എങ്ങനെ ഇറങ്ങും? കേറാനൊക്കെ വേദന ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? ഞാൻ എപ്പോഴും പറയും, മറ്റേ ഒരു യൂട്യൂബ് ചാനലുള്ള ലക്ഷ്മി ചേച്ചി പറഞ്ഞേക്കുന്നു, കാറില് മറ്റേ സിംഗപ്പെണ്ണെ വേദന വന്നിട്ട് ആ പാട്ട് പാടി കാർ ഓടിച്ചു പോണം. കാറിന് എനിക്ക് ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഓടിക്കൊക്കെ ചെയ്യും കേട്ടോ. പേടിയുള്ളൂ, പേടി അമ്പോ അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഏതെങ്കിലും സിറ്റിയിൽ നടുവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. നമുക്ക് റെഡിയാവും. ഞാൻ പഠിക്കും. എനിക്ക് ഗിയറുള്ള കാർ തന്നെ പഠിക്കണം എന്ന് പൂതിയ. ഓട്ടോമാറ്റിക് എനിക്ക് പഠിക്കണ്ട. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ തുറക്കുമെന്നും അറിയൂല. ആണ്, ശരിയാണ്, ഞായറാഴ്ച ആണ് ഒരുവിധം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുക. കാരണം സ്കൂൾ ലീവ് വന്നാണല്ലോ.
പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയില്ലല്ലോ അല്ലേ. നമ്മള് പോയോക്കാം. ഒട്ടക പക്ഷി അതല്ല, നമ്മൾ ആടെ എത്തിയിട്ട് ക്ലിങ് ആവുമോ നോക്കാം, എന്നിട്ട് നമുക്ക് ഒട്ടക പക്ഷിനെ കാണുന്നത് നോക്കാം. നാളെ പോണു. എന്താ നിങ്ങളെ വിചാരം? ഡേറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഉമ്മമാര് പായിപ്പിക്കാനയക്കുന്നത്. രാവിലെ തുടങ്ങും എന്റെ ഉമ്മ വിളിക്കാന്, ഹലോ എന്താ അയക്കുന്നത്, വേദന വല്ലതും? ഞാൻ പറയും ഒന്നുമില്ല. നിങ്ങളമ്മ ചോദിക്കുന്നോട് രാവിലെ എനിക്ക് ഇന്നലെ രാത്രി ഒരു വേദനയില്ല. ഞാൻ പറയും ഒരു വേദനയില്ല, കുട്ടിക്ക് വരെ ഒരു താല്പര്യമില്ല നമ്മളെ ഭൂമിയിലേക്ക്. അല്ലോ ഒരു ഡയലോഗ് ഇല്ലേ, എന്തേലും നേരെ വൈകി വന്ന എന്തോ ഇല്ലേ തമിഴിലൊരു ഡയലോഗ്, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരും. അതോട് പറയാൻ കിട്ടില്ല, വേണ്ട നിങ്ങൾ കടത്തിട്ട് പറഞ്ഞാൽ മതി. ലെട്ടി പറയുന്ന എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് ഡിമാൻഡ് ഒക്കെ ഇട്ടിട്ടോളം വരും. നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കാർക്ക് ഒരു വിലയുണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വന്നെന്ന് പറയുമല്ലോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ കൊതിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഞങ്ങളോട് പറയുന്നത്. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഫൈനലി ഇതാ നമ്മൾ റോയാട് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടുത്തെ മട്ടുംപാവ് ഒക്കെ കണ്ടിട്ട് തുറന്നിട്ടുണ്ട് എന്നാണ്. പാർക്കിംഗ് എവിടെ അവിടെ തന്നെ ഉണ്ടോ നമുക്ക് അറിയോ? എവിടെ ഉള്ളത് പാർക്കിങ്ങോ? പിന്നെ അത് തുറക്കും ഞായറാഴ്ച. കാരണം എന്താ അറിയോ, ഞായറാഴ്ച ആണല്ലോ ആൾക്കാരുണ്ടാവുക. ഞങ്ങൾ പറഞ്ഞു ബൈക്ക് എടുത്ത് വരാം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുമ്പോൾ ബൈക്ക് എടുത്ത് എത്താം. പിന്നെ ഇപ്പൊ അവസാനം എന്ന് പറഞ്ഞ് നിൽക്കല്ലേ, പെട്ടെന്ന് വേദന വന്നാല് ബൈക്കുമ്പോ പോകുമ്പോ നല്ല രസമുണ്ടാവും. സിംഗപ്പണിന് പാട്ട് പാടി പോണ്ടി വരും. പക്ഷെ ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങോട്ട് നോക്കിയതാ, എന്തോ പ്രോഗ്രാം നടക്കുകയെന്ന് തോന്നുന്നു. ഈ ബൈക്കൊക്കെ ഒന്നെടുത്ത് സൈഡിൽ കച്ചാൽ സാൻഡ്വിച്ചും 2 കോഫിയും. പുലി ഉണ്ടോ? പുലി കടുവ ഉണ്ടാവട്ടോ. വാങ്ങിയ ശേഷം കൂടുതലില്ലേ ഫ്ലവർ ഐറ്റംസ് വാങ്ങരുത്. ഇങ്ങനത്തെ ചെടികൾ എല്ലാം ഇങ്ങനെയല്ലേ കാണാന്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇൻഡോർ ആട്ടോ. ഇൻഡോറിൽ വെച്ചാൽ നല്ല രസം ഉണ്ടാവുന്ന ചെടികളാണ്. പരിപാടി നടക്കുന്ന പറയുന്ന കേക്ക് കഴിക്കൂലേ? ശരിയാ. മൈക്ക് ഞങ്ങളോട് പറഞ്ഞിനെടുക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു വേണ്ട അങ്ങനെ അല്ലേ. ഞങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അത്ര നല്ലതല്ല. ഞാൻ എടുക്കും ഞാൻ ചെടികൾ. ഇത് CC പ്ലാന്റ് ആട്ടോ. അല്ല CC പ്ലാന്റ് അല്ല, ഇത് എന്തോ ഒരു പേരുണ്ട്. കിട്ടുന്നില്ല, തൊള്ള കിട്ടാത്തൊരു പേരാ. CC പ്ലാന്റ് വേറെ എന്തോ പേര്. ഒരു സമയത്ത് ഒരു ചെടി ഇത് മറ്റേ ബാംബു ബീറ്റിലാട്ടോ. ഇതിന്റെ പേര് ഓർമ്മയുണ്ട്. ഇതൊക്കെ മറ്റേ മണി പ്ലാന്റ്സ് ഐറ്റംസ് ആട്ടോ. ഹാങ് ചെയ്യാൻ പറ്റിയ ചെടികൾ അതൊക്കെ. ചായ അടിക്കാൻ പോളൂ. ഈ ചക്ക വെട്ടുന്നുണ്ടാകുന്ന തൈ ഏതാ തൈ? ഇതാ നമ്മളെ സീസൺ അല്ലാത്ത ഈ ചക്കാണ് ഞാൻ ഇത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇതിന് ഇങ്ങനെ എത്ര വർഷം കൊണ്ട് എന്നാ പറയുന്നത് ഉണ്ടാവൂലേ? തൈ അത്യാവശ്യം വലുപ്പം വെക്കുവോ? ഒട്ടുമാവാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മാവ് ഉണ്ട്. ഇനി അടേക്ക് നടാ, നമ്മൾ അവിടെ ഇരിക്കുക ചായ കുടിക്കണ്ടേ? ഇതാണ് ശവനാറി.
കേട്ടോ ഇത്ര ചെറുപ്പത്തില് പൂവുണ്ടാവും മാവ്. വിടുന്നേ ഉണ്ടാവും. ഇനി പൊരയെല്ലാം കൊണ്ടുവച്ച് നോക്കാണ്ടി. അത് വെറുതെ തോന്നുന്നു. എത്ര ആൾക്കാർ മാങ്ങയും ചക്കയും ഒക്കെ സീസൺ അല്ല. ഒന്ന് അവിടേക്ക് ഇരിക്കോ? അമ്മ അവിടെ ഇരിക്ക. അവിടെ ആരുമില്ല. അപ്പോണ്ടോ വേണ്ടോ ഈ തൈക്ക് എത്രാന്ന് വെച്ച് നോക്കി. ഇങ്ങോട്ട് വാങ്ങാമായിരുന്നു. ചായ എന്നിട്ട് നമ്മൾ നടക്കണം. നടത്തം മസ്റ്റ് ആട്ടോ. നമ്മള് വന്ന പരിപാടി നമ്മൾ മറന്നു പോകും. ഒട്ടക പക്ഷിയൊക്കെ ഉണ്ടാവും അവിടെ നടക്കാന്. കുറെ നേരായി ഒട്ടക പക്ഷി ആ മരുഭൂമി കൊണ്ടേയിടും. തള്ള മനുഷ്യനായിപ്പോയി. ചായ വരികയായിരിക്കൂലേ? ഓ അതാ വരണ. നമ്മളതല്ല. അതിന്റെ ഉണ്ടോ എടുക്കാം. എന്നിട്ട് നിങ്ങൾ കുടിച്ചാൽ മതി. അല്ലല്ലോ അങ്ങനെ തന്നെ. സാധനം വന്നു കഴിഞ്ഞാല് കെച്ചപ്പ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല. എന്നാലും നമ്മള് വീഡിയോ എടുക്കുമ്പോ അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ പർപ്പസിനാണ്ട് നമുക്ക് എടുക്കാം. നമ്മൾ ദിനല്ല കേട്ടോ വന്ന്. നമ്മളെന്തിനാ വന്ന് നടക്കാൻ വന്നോ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കഴിഞ്ഞാ പറയണ എനിക്ക്. ഡെലിഷ്യസ്. നിങ്ങൾ കുടിച്ചോളൂ. നിങ്ങളത് വീഡിയോ എടുത്തരാം. അവിടത്തേക്കാളും രസമുണ്ട്. ടേസ്റ്റ് ഉണ്ട് സാധനം. ചായ ഇങ്ങനെ ഊറ്റി കുടിക്കണം. അടിച്ച ചായ. മറ്റേ ഈ സിനിമയിൽ പറയുന്നില്ലേ ദുൽഖർ സൽമാന്, നിങ്ങൾ ജിമ്മിന് പോണ തന്നെ മധുരം കഴിക്കാനല്ലേ, വലിയ ഡയലോഗ് അടിക്കരുത്. സോസ് കെച്ചപ്പ് കൂട്ടി കുറച്ച്. നമ്മളെ വീഡിയോന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ സമയം 5:30 വരാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് പെർമിഷൻ എടുത്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത്. ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ, ഇത് കാണാണ്ട് പോയാൽ മോശമല്ലേ. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറി ഡേറ്റ് ഒക്കെ അടുക്കാനായതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്പോട്ടിൽ വരാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എനിക്ക് എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ചുറ്റി കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ കുതിര വേണമെങ്കിൽ ഒട്ടകം ഉണ്ടോന്ന് അറിയില്ല ഗൈസ്. കുതിരനെ ഞങ്ങൾ എന്തായാലും ഇവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കുതിര ഉണ്ട്. അതൊന്ന് സൂം ചെയ്ത് കൊടുക്കാനാകുമോ? അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമുക്ക് എന്താ പറയുക, വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാവാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിലൊക്കെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മൈൻഡൊന്നും റിലാക്സ് ആവില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഇതിലങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡും നമ്മുടെ ബേബിയും ഒക്കെ ഓക്കെ ആകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കുറച്ച് നടക്കുകയും ചെയ്യണം. ഞാൻ അതിനാണ് മെയിൻ വന്നത്. ഇവിടെ വലിയൊരു ഫാമിലി പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതാണ് സൗണ്ട്. ഇവിടെ മെയിൻ ഇന്ന് നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോന്ന് അറിയില്ല, മൈക്ക് എടുക്കാൻ എന്നോട് മറന്നു പോയിട്ടുണ്ട്. ഇവിടെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോന്ന് അറിയില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അതിന്റെ മുകളിൽ എനിക്കിപ്പം കയറാനാവില്ല. നമ്മൾ നടക്കാനല്ലേ വന്ന്, നടക്ക്. അപ്പൊ എന്നെ പോലെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഈവനിങ് ഇവിടെ വന്ന് കുറച്ച് നടക്കുക. നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ട് റിലീഫ് ആവും കേട്ടോ. അത് ഞാൻ ഉറപ്പ് തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിവിടെ ഇതിന്റെ മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ.
ഒരു ഓണ സെലിബ്രേഷൻ ഞാനിവിടെ വന്നേ അങ്ങനെ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് വരണം. പക്ഷെ സമയം കിട്ടാത്ത ഒരു പ്രശ്നം കൊണ്ടാണ്. ഇവിടെ അങ്ങോട്ടില്ലല്ലോ. ആ മൃഗമൊക്കെ എവിടാള്? അങ്ങോട്ടാ. അവിടെ അല്ലല്ലേ? അവിടെ എന്താണല്ലോ അപ്പൊ? അല്ല അവിടെ എന്തോ പക്ഷികളുണ്ട് തോന്നുന്നു ഇല്ലേ? കുതിരണ്ട്. കുതിരല്ല മനുഷ്യ, നിങ്ങൾ ഒട്ടകം ഉണ്ട് എന്നാ പറഞ്ഞത്. ഒട്ടകത്തിന് എന്താ കാണാണ്ട് ഞാൻ പോവില്ല. ഒട്ടകത്തിന് കാണാം. അല്ല അവിടെ നമ്മളന്ന് അവിടെ പോയില്ല. അവിടേക്കോ? അവിടേക്കാണല്ലോ ഒട്ടകവും. ഇല്ലേ? അപ്പൊ ഉണ്ടല്ലോ കുറച്ച് ഞങ്ങളൊരു കൊല്ലം മുമ്പ് ഇവിടെ വന്നതുകൊണ്ട് മറന്നുപോയി എവിടെ ആയിരുന്നു എന്തൊക്കെ ആയിരുന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ ഒട്ടകൊന്നുമില്ല, എന്തോ കിളിയുണ്ട് ഇവിടെ. ആനിമൽ ഓനോട് ചോദിച്ചോക്കെ ഒട്ടകണ്ടോ? ഒട്ടകല്ല. പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, പ്ലേ ഏരിയ. ഒട്ടകണ്ടടാ അവിടെ? ഒട്ട കണ്ടു എന്നാ പറഞ്ഞത്. ഒട്ടകല്ലെങ്കിൽ നിങ്ങളെ കാര്യത്തെ തീരുമാനം അറിയായിരുന്നു. നസർ പറഞ്ഞോണ്ട് ഒട്ട കണ്ടു എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇരുമ്പുപുളിന്റെ ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ ചാടി പറിച്ച് ഇങ്ങനെ കടിക്കാതെ എന്തോന്നുണ്ടേ? എന്താ സുഖാണോ? ഇന്നൊന്ന് പുറത്തിറക്കുവാനാ ചോദിക്കുന്നത്. മറ്റേ ഇതല്ലേ പൂത്തല്ലേ? പശുവാണ് ഒട്ടത്തി. പൂത്തല്ലേ? പശുവാ. പോത്തിന് പൂത്തിനെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. ആണല്ലോ. എൻട്രൻസ് ചെയ്യില്ല. സ്റ്റാർട്ടിങ് ഇവിടുന്ന് തുടങ്ങാം. ല്ലേ അത്യാവശ്യം നല്ല കാണാനുണ്ടോ ഇവിടെ? പക്ഷി ലതാദികളെ കാണാം. ഇവിടെ ഫുള്ള് ഇതാട്ടോ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് നമ്മളിപ്പോൾ നേരത്തെ അവിടുന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് കാണാം. ഇവിടെ ഒരാളുണ്ട്. ആളെങ്ങനെ കണ്ടീനോ? ആരാ കിടക്കണേ? സുഖാണോ നിനക്ക്? ഞാൻ വിചാരിച്ചു ഇത് ഓന്തല്ലേ? ഇത് ഓന്താണോ? പേരൊന്നും എനിക്കറിയില്ല. ഒന്നല്ല ഗൈസ്, ഒന്നല്ല. ഇത് കളർ മാറുന്ന പാമ്പിന്റെ വായിലുണ്ടല്ലേ. ഹലോ സുഖാണോ? ഇത് റാബിറ്റ് അല്ലേ? എലിയല്ലല്ലോ. എലിന്റെ മുഖം പോലെ ഉണ്ട്. നിങ്ങളൊക്കെ എഴുതാം. ഹലോ, ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അമർത്തണോ? അതേ ഒന്ന് ഇവിടെ ഇതിന്റെ മുകളിൽ ഞാൻ ഈ സാധനത്തിന് എവിടെ കണ്ടിക്കണ അറിയോ? ഈ കൊച്ചു ടിവിയിൽ ഒരു ബാലവീർ കാർട്ടൂൺ ഉണ്ട്, അതിലിങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇത് പോയി സ്മെല്ല് കേട്ടാലറിയും. സമയത്ത് ഇത്ര സ്മെല്ല് ഭയങ്കര ഇറിറ്റേഷൻ. ഞാൻ വരും, അങ്ങനെ വരും. ഇതൊക്കെ മേലെ ഒട്ടക പക്ഷി അതാ.
പക്ഷിയല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒട്ടകാ പറഞ്ഞു. പറഞ്ഞ വാക്ക് പറഞ്ഞു. വലിയ കോയി ഇത് ഒട്ടകല്ലേ, എമ്മുവാ. പിന്നെ എമ്മൂന്നാ പറയാ. ഒട്ടകപ്പക്ഷി തല മുക്കിയുള്ള കാണാൻ അതാറാവിന്റെ തപ്പി ബീറ്റൽ ഗോട്ട് എന്താ സാധനം? ജംനാപ്യാരിയാ? ഇത് ജംനാപ്യാരിയാ? ഇല്ലല്ലോ, ജംനാപ്യാരി അല്ലാന്ന് തോന്നുന്നു. ഏത് ഇത്? ഇത് ജംനാപ്യാരിയാ? അല്ല അല്ല, ബീറ്റൽ ഗോട്ട്. സെയിം കളറല്ലേ? ഗിർപശു. This is ഗിർപശു. ഇമ്മ ഗിർപശു അന്നെ കണ്ടിട്ടാ, എന്റെ കുടുംബക്കാരായിട്ട് അന്നെ കണ്ടിട്ടാ വേഗം വരുന്നത്. ഇത് കഴിഞ്ഞു, പെറ്റ്സിന്റെ ഏരിയ കഴിഞ്ഞു. ഇനി അപ്പൊ നമ്മുടെ പെറ്റ്സിന്റെ ഏരിയ ഒക്കെ ഏകദേശം ഞാൻ നടന്ന് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ എന്റെ എക്സസൈസ് ഇവിടെ ഫുൾ കൈയാണ് ഗൈസ്. ഇങ്ങനെ നമ്മൾ എക്സസൈസ് അല്ല, ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയോ, നമ്മൾ നടക്കുകയും ചെയ്യും കുഴങ്ങുകയും ചെയ്യും. ഞാൻ എന്താ വേർത്തിക്കുന്നത്, പക്ഷെ നമ്മൾ അറിയൂല. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് ഓരോ ആൾക്കാരെ കണ്ടിങ്ങനെ പോവുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ അറിയൂല. ഏകദേശം ഇതാ ലൈറ്റൊക്കെ അണയാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വീഡിയോ അത്യാവശ്യം ക്ലിയറിൽ കിട്ടൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുന്ന് പോകാമെന്ന്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒന്ന് നടക്കണം. അപ്പോൾ നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇവിടുന്ന് പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ചിലപ്പോൾ എൻ്റെ വേദന വന്നിട്ടുള്ള വീഡിയോ ആയി കഴിഞ്ഞ് നിങ്ങൾ കാണാം, ഹോസ്പിറ്റലിലേക്കുള്ള വീഡിയോ. അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്താ പറയണ്ടേ, നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ റസ്ല. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ.